ഇത് സംസ്ഥാനവും കേന്ദ്രവും യോജിച്ച് മുന്നോട്ട് പോകുന്നില്ല, ഒരു പക്ഷേ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനം കേന്ദ്ര പദ്ധതികൾ പലതും നടപ്പാക്കുന്നില്ല എന്നുള്ളതായിരുന്നു താങ്കൾ പറഞ്ഞിരുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് ശ്രീമതി രാഖി രവികുമാർ ഇത്രയും പറഞ്ഞത്. ഇനി താങ്കൾക്ക് പറയാം. ഇല്ല, ഇപ്പൊ രവികുമാർ പറഞ്ഞത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ഹർ, ഒരു ഫെലോ വുമൻ കൊലീഗ് ആയ കാരണം ഞാൻ ഒന്നും ഐ എം നോട്ട് അറ്റാക്കിംഗ് ഹർ, ബട്ട് ഐ എം അറ്റാക്കിംഗ് വാട്ട് ഷീ സെഡ്. പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തെറ്റായ കാര്യങ്ങൾ നമുക്ക് തിരുത്താനുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ. ഇപ്പൊ കേരളത്തിലേക്ക് കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറയുന്നത് ഒക്കെ ഫാൾസ് നെറേറ്റീവ് ആണ്. നമ്മൾ 37 ലക്ഷം ഫാമേഴ്സിന് കിസാൻ സമ്മാൻ നിധി വഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. 171 കോടി ഫിഷർമെൻ ആണ് ബ്ലൂ റെവല്യൂഷൻ വഴി നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം. 33 ലക്ഷം സപ്പോർട്ട് സെന്റേഴ്സ് മീൻസ് കിസാൻ സമ്മാൻ നിധി ക്രെഡിറ്റ് കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി 2200 കോടിയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ. പോഷൻ അഭിയാനിൽ 240 crore. ഇതിപ്പോ കുറച്ച് ഡേറ്റഡ് ആണ്, ഡിസംബർ വരെ ഉള്ള കണക്കാണ്, അതിനെക്കാട്ടിലും ആയിരിക്കും ഇപ്പോ. പിന്നെ ആയുഷ്മാൻ ഭാരത്തിൽ 72 lakhs കാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 2000 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. 974 ജൻ ഔഷധി കേന്ദ്രാസ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതും അതിൽ സാനിറ്ററി നാപ്കിൻസ് എത്രത്തോളം ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ജൻ ഔഷധി കേന്ദ്ര വഴി. PM അർബനിൽ 1.66 lakhs ഹൗസസ് ആണ് കൊടുത്തിരിക്കുന്നത്. 1800 crore സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ മാത്രം. 2 സ്മാർട്ട് സിറ്റികൾ കൊടുത്തു, 1500 കോടിയാണ് അലൊക്കേഷൻ ട്രിവാൻഡ്രം കൊച്ചിയിലേക്ക്. അമൃത് പദ്ധതിയിൽ 2357 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ PMAY ഗ്രാമീണിൽ 21933 ഹൗസ് ഹോൾഡ്സിന് സപ്പോർട്ട് ചെയ്ത് 422 കോടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ. സ്വച്ഛ് ഭാരത് മിഷൻ നിങ്ങൾ പറഞ്ഞ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിലുണ്ട്, നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടും 250 കോടി എന്ന സെൻട്രൽ ബഡ്ജറ്റ് സ്വച്ഛ് ഭാരത് മിഷൻ 2,39,360 ടോയ്ലറ്റ്സ് കേരള. ജ്യോതി അഭിയാൻ ഇലക്ട്രിഫിക്കേഷനില് 3194 11 kV സബ്സ്റ്റേഷൻസ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1153 കോടിയുടെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ ആയിരുന്നു. സൗഭാഗ്യ മിഷനിൽ 95 കോടി 3.25 lakh ഹൗസസ് നമ്മൾ ഇലക്ട്രിഫൈ ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തിനാ ഈ ഷെയർ 3.25 lakh ഹൗസസിന് എത്തിച്ചത് ഈ സൗഭാഗ്യ മിഷൻ. ജൽജീവൻ മിഷനിൽ 2 ലക്ഷം വീടുകളിൽ നമ്മൾ എത്തിക്കാൻ പറ്റി. ജൽജീവൻ മിഷൻ വെള്ളം ടാപ്പിന് വീട് വരെ ഇല്ല വെള്ളത്തിന്റെ ഒരു സംവിധാനം ചെയ്യുന്ന ഒരു മിഷനാണ് ജൽജീവൻ മിഷൻ. അതിൽ നമുക്ക് 2 ലക്ഷം വീടുകളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ഔട്ട്റീച്ച് നമ്മൾ കമ്മ്യൂണിറ്റീസിൽ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റീസ് പോയി കാണുമ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് കവറേജ് ഇല്ല, സാനിറ്റേഷൻ കവറേജ് ഇല്ല, കുടിവെള്ളം ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളും കൂടി നമ്മൾ പറയുന്ന രീതിയിൽ അത് ഫുൾ കവറേജ് ഇല്ല. കേരള ഇത്രയും ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കൂടി ഒരുപാട് വീടുകൾക്ക് കുടിവെള്ളം വീട് വരെ എത്താത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നിട്ടും 2 lakh ഹൗസസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിട്ടും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൗശല്യ മിഷൻ വഴി 66,000 ആൾക്കാർക്ക് നമുക്ക് സ്കിൽഡ് കൗശല്യ പരിശീലനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നാഷണൽ ഹൈവേസ് 1781 കിലോമീറ്റേഴ്സ് 3 ലക്ഷം കോടി. ഇപ്പൊ തന്നെ പ്രധാനമന്ത്രി വന്നപ്പോ എത്രത്തോളം ഡ്രൈ ഡോക്ക് ഫെസിലിറ്റീസ് 4000 കോടിയുടെ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്തിട്ടാണ് പോയത്. ഈ ഒരു വിസിറ്റിൽ, മോദിജിയുടെ വിസിറ്റിൽ എത്രത്തോളം ആൾക്കാരെ വന്നിരിക്കുന്ന മോദിജിയുടെ റോഡ് ഷോനും അത്രത്തോളം ആ ഒരു മോദി സർക്കാരിന്റെ അനുകൂല്യം കിട്ടുന്ന ആൾക്കാരാണ് ഇവര് വന്നിരിക്കുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ കേരളത്തിന് ആവശ്യമില്ല എന്ന് ഒരു വിധത്തിൽ നിങ്ങൾ പറയും. പിന്നെ മറ്റേ ഹാൻഡിൽ പറയും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, കേരളം സെൽഫ് സഫീഷ്യന്റ് ആണ്, എല്ലാ കാര്യത്തിലും സെൽഫ് സഫീഷ്യന്റ് ആണ്, നമുക്ക് കേന്ദ്രന്റെ സപ്പോർട്ട് വേണ്ട എന്ന് ഒരു സൈഡിൽ പറയും, മറ്റേ സൈഡിൽ പറയും കേന്ദ്ര സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. 57,000 കോടിയാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ഡെവല്യൂഷൻ of taxes to Kerala over the last 5 years. അത് ഏറ്റവും കൂടി ഒരു amount ആണ്, ഏതു സ്റ്റേറ്റിന് കിട്ടാത്ത ഒരു amount ആണ്. 53,000 കോടിയാണ് ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ് കേരളത്തിൽ നൽകിയിരിക്കുന്നത്. എന്നിട്ടും FRBM ആക്ട് വയലേറ്റ് ചെയ്തിട്ടും കിഫ്ബി വഴി കുറെ ഫണ്ടിങ് അലൊക്കേറ്റ് ചെയ്തിട്ടും അതൊക്കെ FRBM ആക്ടിന്റെ ഒരു വയലേഷൻ ആയിരുന്നു. എന്നിട്ടും സെൻട്രൽ ഗവൺമെന്റ് അത് ഫൊർഗിവ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നു നമുക്ക് സഹായിക്കുന്നില്ല പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ തിരിച്ചു പോയിട്ടും നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ പ്രാവശ്യത്തെ ബജറ്റും 75,000 കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിന്റെ ഷെയറിന് വേണ്ടിയിട്ട്. ലോങ് ടേം സോഫ്റ്റ് ലോൺ ആണ്. ഇറ്റ്സ് ആസ് ഗുഡ് ആസ് എ ഗ്രാന്റ്. 75,000 കോടി സ്റ്റേറ്റ്സിന് കൊടുക്കാനുള്ള വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കുറച്ച് റിഫോംസ് വരുത്തണം. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വെറുതെ ഇരുന്നിട്ട് കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പാസീവ് എക്കോണമി ആയിട്ട് മൈഗ്രൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉത്തരേന്ത്യയിൽ. എന്തുകൊണ്ടാണ് മൈഗ്രൻസ് വന്നിട്ട് ഇവിടുന്ന്
ഇവിടുന്ന് ആൾക്കാർ പോവാണ്. നമ്മുടെ നേറ്റീവ് മലയാളീസ് വേറെ സ്റ്റേറ്റ് പോയി അന്വേഷിക്കാണ്, ജോബ്സും കാര്യങ്ങളും അന്വേഷിക്കാൻ. എന്തുകൊണ്ടെന്ന് ലേബർ ലോസ് ഇവിടെ കൺഡ്യൂസീവ് അല്ല, ലേബർ റിഫോംസ് വരുത്തിയിട്ടില്ല ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ആങ്കർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൾക്കാർ ഇവിടെ ഫാക്ടറി സ്ഥാപിക്കാണ്ട് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കോയർ മേഖല ഏറ്റവും വലിയ പ്രൈഡ് ആയിരുന്നു കേരളത്തിൽ. ഇപ്പോ ഏത് സ്റ്റേറ്റ് ആണെന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു ഡെവലപ്മെന്റ് കാണിക്കുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര 7 കോയർ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സിലുണ്ട്. അതിപ്പോ കേരള ഏറ്റവും ബാക്ക്വേർഡ് ആണ്. എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മൾ പരിശോധിക്കണം. വെറുതെ സെൻട്രൽ ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്ത് അത് ഈ ഒരു ഗെയിം ഇറ്റ്സ് ഓവർ. ഇത് ഇനി ആൾക്കാർ അത് ബിലീവ് ചെയ്യില്ല. ഈ ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നത് ഇറ്റ് വോണ്ട് ബി ബിലീവ്. നിങ്ങൾ ബഡ്ജറ്റ് ഡോക്യുമെന്റ് പരിശോധിക്കും. ഇപ്പോ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഹഡ്കോ ലോൺ വഴിയാണ് ലൈഫ് പദ്ധതി നടത്തുന്നത് പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ഡോക്യുമെന്റ്. പക്ഷെ ഹഡ്കോ ലോൺ പൂർത്തിയാക്കാൻ നമ്മള് KURDFC എന്നാണ് ബഡ്ജറ്റ് സപ്പോർട്ട് കിട്ടുന്നത്. KURDFC വീണ്ടും ഹഡ്കോന്ന് ലോൺ മേടിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു കടം വീട്ടാനായിട്ട്. പിന്നെ എന്തൊരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു ഡ്യൂട്ടി ഇല്ലേ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്? ഒരു ഗവർണർ ഉണ്ട് നമുക്ക്, അവരെ ഒരു ഹാൻഡ് ഉണ്ട്. അവരെ നിങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് അവരെ ഗവർണറിന്റെ ഒരു റെസ്പെക്ട് കൊടുക്കാണ്ട് അതൊരു വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് തരുന്ന ഒരു സഹായം നിങ്ങൾ നൽകാണ്ട് വെറുതെ സെൻട്രൽ ഗവൺമെന്റിനെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കാര്യങ്ങളും പരിശോധിച്ച് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് കോഴ്സ് കറക്ഷൻ ചെയ്യണം. പിന്നെ സ്ത്രീകളിന് വേണ്ടി സേഫ്റ്റി എത്രത്തോളം നമ്മൾ സേഫ് ആണ് വിമൻ. ഏറ്റവും വൺ ഓഫ് ദ ഹയസ്റ്റ് ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ നടക്കുന്നത് ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അത് അറിയോ എല്ലാവർക്കും? ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടും കൂടിയും നമ്മുടെ വിമന്റെ സേഫ്റ്റി ഇറ്റ്സ് അണ്ടർ ക്വസ്റ്റ്യൻ ഇൻ കേരള. അത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണം? വാട്ട് ഇസ് റോഡ് മാപ്പ് എന്താണ് കേരള ടു ഇംപ്രൂവ് വിമൻ സേഫ്റ്റി? ഇപ്പൊ തന്നെ പോക്സോ കേസസ് എത്രത്തോളം വന്നിട്ടുണ്ട്. അത് മൈഗ്രന്റ് ലേബേഴ്സ് ഇവിടെ വന്നിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല സംസ്ഥാന സർക്കാർ. ഞാൻ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട് കുറെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ വീടുകളിൽ പെരുമ്പാവൂരിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ലേബർ കണ്ടീഷൻ നോക്കൂ നിങ്ങൾ. എത്രത്തോളം പരിതാപകമായ ഒരു അവസ്ഥയിലാണ് അവർ താമസിക്കുന്നതൊക്കെ. അവരുടെ മൈൻഡ് സെറ്റ് എന്നിട്ട് ക്രിമിനൽ മൈൻഡ് സെറ്റ് ആവാണ്ട് പിന്നെ എന്താവാനാണ്? അപ്പൊ അതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. മൈഗ്രന്റ് ലേബേഴ്സ് ഇവിടെ വന്നിട്ട് ആലുവയിൽ നടന്ന ക്രൈംസ് അഗേൻസ്റ്റ് ഇൻഫന്റ് ഗേൾസ് അതൊക്കെ നിങ്ങൾ നോക്കണം. അത് എന്തുകൊണ്ട് നടക്കുന്നത്? അത് മൊത്തം ഒരു കോഴ്സ് കറക്ഷന്റെ ആവശ്യമുണ്ട് കേരളത്തിന്. അത് മാത്രമേ ഞാൻ പറയാനുള്ളൂ. വെറുതെ സെൻട്രൽ ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്ത് എവിടെയും തീരാത്ത ഒരു അധ്യായമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് പോയിട്ട് നമ്മൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. മോദി ഗവൺമെന്റ് ഒരു സ്റ്റേറ്റിനും ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ഈ സ്റ്റേറ്റ് നോൺ BJP ആണ്, ഈ സ്റ്റേറ്റ് BJP ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ. പിന്നെ ഈ സെൻട്രൽ ഈ 33% റിസർവേഷന്റെ കാര്യം പറഞ്ഞു. മണിപ്പൂറും ഇതായിട്ട് എന്ത് കണക്ഷൻ ഉള്ളത്? ഇത്രയും കാലങ്ങളായിട്ട് മണിപ്പൂർ ഇഷ്യൂ ഇത്രയും കാലങ്ങൾ 45 ഇയർ ഇത്രയും കാലങ്ങളായിട്ട് കാസ്റ്റ് ബേസ്ഡ് കോൺഫ്ലിക്റ്റ് ആണ് ഇത്രയും കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഒരു സർക്കാരിനും ഈ 33% റിസർവേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ സർക്കാരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ലോക്സഭ മനസ്സിൽ കണ്ടുകൊണ്ടാണ് 33% റിസർവേഷൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു പക്ഷേ ഇത് നമ്മൾ 2029 ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ ഈ ഒരു സ്കീം അനൗൺസ് ചെയ്തിട്ട് എന്ത് വോട്ട് ബാങ്ക് കിട്ടാണ് നമുക്ക്? സപ്പോസ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ഓൺലി ഇൻ 2029. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്തണം. അത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ഓപ്പൺ ട്രാൻസ്പെറന്റ് മാനറിൽ പറഞ്ഞിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ബില്ല് ഹിസ്റ്റോറിക്കൽ ബില്ലാണ്. അതേസമയം നിങ്ങൾ നോക്കൂ, ട്രിപ്പിൾ തലാഖിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ലോ മാറ്റി വെച്ചു. ഇത്രയും ഒരു റിഗ്രസീവ് ലോസ് മുസ്ലിം വിമന്റെ അഗേൻസ്റ്റ് ആയിട്ട് ലോ നമ്മൾ മാറ്റി വെച്ചു. അത് ബാൻ സ്റ്റോപ്പ് ദാറ്റ് ലോ. ട്രിപ്പിൾ തലാഖ് പോലെ ഒരു റിഗ്രസീവ് ആയിട്ട് ഒരു ലോ നടത്തുന്നുണ്ടായിരുന്നു. മുസ്ലിം വിമൻ തലാഖ് വിമന് ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റിലാക്കാനുള്ള ഒരു ലോ ആയിരുന്നു. അത് മാറ്റി വെച്ചു. ഏത് സർക്കാരിന് അതിന്റെ ഒരു ധൈര്യം കാണിച്ചത്? മോദി സർക്കാർ മാത്രമാണ് അതിന്റെ ധൈര്യം കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മോദി സർക്കാരിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു ദിവസം പോരാ അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.